വാമി രാവിലെ തന്നെ കുളിച്ച് സുന്ദരിയായി സെറ്റിൻ്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് അമ്പലത്തിലോട്ട് പോവുക. ചുനക്കര അമ്പലത്തിൽ ഉത്സവത്തിന് കൊടിയേറി. അവിടെ ആണെങ്കിൽ നിറയെ കച്ചവടങ്ങളും ലൈറ്റും ഒക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചേക്കുക. ഞങ്ങളതെല്ലാം കണ്ട് വാമിയെ എടുത്തുകൊണ്ട് ഇങ്ങനെ പതുക്കെ പോവുക. വാമിക്ക് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം. വാമിയുടെ മുഖത്ത് കാണാം. വാമിക്കങ്ങ് ഭയങ്കര അത്ഭുതവും. എല്ലാവരെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് വാമി എന്തൊക്കെയോ പറയുമായിരുന്നു, ഉമ്മേ ഉമ്മേ എന്നൊക്കെ. കളിപ്പാട്ടങ്ങളും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് വാമിക്ക് ഭയങ്കര സന്തോഷം. അന്നേരം കളിപ്പാട്ടം ഒന്നും വേണമെന്നൊന്നും അന്നേരം വാമി പറഞ്ഞില്ല, അടങ്ങിയിരുന്ന്. എന്നിട്ട് വാമി പതുക്കെ അമ്പലത്തിനകത്തിലോട്ട് കയറി. അവിടെ ചെന്നപ്പോൾ തനിയെ വാമി അങ്ങ് നടന്ന് പോയി അവിടെ എല്ലാം തൊഴുതു. വാമിക്ക് അവിടെ എല്ലാം പോയി നടന്ന് തൊഴുത് കഴിഞ്ഞപ്പോൾ പറയിടുന്നിടത്ത് വന്നപ്പോൾ കൊട്ടും മേളവും കേട്ടിട്ട് ആ കൊട്ടും മേളത്തിനനുസരിച്ച് അങ്ങ് ഡാൻസ് കളി തുടങ്ങി. ഭയങ്കര ഡാൻസ് കളി. അവിടെ നിന്ന ആൾക്കാരെല്ലാം നോക്കുക. അവിടെ പോലീസുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം നോക്കി. വാമി എല്ലാവർക്കും അങ്ങ് ഇഷ്ടമായി. വാമിക്ക് ആര് നിൽക്കുന്നതെന്നൊന്നും വാമിക്ക് ഒരു നോട്ടവും ഇല്ല. വാമി അങ്ങ് ഡാൻസ് കളിക്കുക. ആ പറയുടെ കൊട്ടും മേളത്തിനനുസരിച്ച് അവിടെ നിന്ന് തിരുമേനിമാർ തീവ്രത വെച്ച് കളിപ്പിക്കത്തില്ല, അതേ കൂട്ട് അവിടെ നിന്നങ്ങ് സ്റ്റെപ്പ് വെച്ച് കളിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. എന്നുവെച്ചാൽ എല്ലാവരും നോക്കി നിന്ന്. ഒരു കുഞ്ഞിങ്ങനെ നിന്ന് കളിക്കുന്ന കാണുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കുമല്ലോ, അതേ കൂട്ട് എല്ലാവരും നോക്കി നിൽക്കുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്ന് വാമി പറയൊക്കെ ഇട്ട്. വാമി ഇങ്ങനെ ഭഗവാന് പറയൊക്കെ ഇട്ട് മിടുക്കിയായിട്ട്. അപ്പം തിരുമേനിമാർക്കൊക്കെ വാമി അങ്ങ് ഇഷ്ടമായി. കാരണം അവിടെ നിന്ന് കളിക്കുന്നതെല്ലാം തിരുമേനിമാർ കാണുമായിരുന്നു. എന്നിട്ട് വാമി പറയൊക്കെ ഇട്ട് ഭഗവാന് പറയൊക്കെ ഇട്ടിട്ട് പതുക്കെ വെളിയിൽ വന്നിട്ട് ഈ കുഞ്ഞു കാളയുണ്ട്, ഈ കളിപ്പിക്കുന്ന കാള. അപ്പം പറയൊക്കെ ഇട്ടിട്ട് പതുക്കെ വാമി നേരെ വന്നിട്ട് ആ കളിപ്പിക്കുന്ന കാളയെ പിടിച്ച്. അപ്പോൾ ആ വാമിക്ക് പേടി. അപ്പോൾ പതുക്കെ ഇങ്ങോട്ട് മാറിയപ്പം വാമിയെ പിടിച്ച് ഇങ്ങനെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് അതിങ്ങനെ തുള്ളിപ്പിച്ചിട്ട് പതുക്കെ വാമി അതിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ആ പേടിയൊക്കെ മാറി. എന്നിട്ട് ആ കാളയെ തുള്ളിച്ച് കഴിഞ്ഞിട്ട് വാമി പതുക്കെ അവിടെയൊക്കെ ഇരുന്ന് തൊഴുതൊക്കെ ഇരുന്ന് അവിടെ സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ ആൾക്കാരെയൊക്കെ കണ്ട് വാമി ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഉരുണ്ട വെള്ളക്കല്ലുകൾ കിടക്കുന്നു. വാമിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം. വാമി അതിലൊരു കല്ലെടുത്തിട്ട് അവിടെ പോയി ഇരുന്ന് ആ കല്ല് നോക്കി അങ്ങ് ഇരിക്കുക. അതിൻ്റെ ആ സൗന്ദര്യം ആസ്വദിച്ചു.